എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് റാറോട്ടോങ്ക ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങളൊരു ബീച്ചിലൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. പക്ഷെ കാലത്ത് എണീറ്റപ്പോഴാണ് ഭയങ്കര മഴ. വെതർ ഭയങ്കര മോശമാണ്, മഴയും പിന്നെ ഭയങ്കര കാറ്റുമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബീച്ചിൽ പോകാനായിട്ട് അത്ര ശരിയാവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ റോഡ് ട്രിപ്പ് പോകാനാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ റാറോട്ടോങ്ക ഫുൾ ഒന്ന് ഡ്രൈവ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ കാലത്ത് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ പതുക്കെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 32 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു വോൾക്കാനിക് ഐലൻഡ് ആട്ടോ റാറോട്ടോങ്ക. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ന്യൂസിലാൻഡിലത്തെ പോലെയും. ഞങ്ങളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും അല്ല കേട്ടോ വണ്ടി ഓടിച്ച് പോയത്. ഞങ്ങൾ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിർത്തി ഒക്കെയാണ് പോയത്. ഇപ്പം ഈ ഒരു സ്ഥലം കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു തെങ്ങിൻ തോപ്പിൻ്റെ ഒരു ലുക്ക്. ഇതും ഒരു ട്രോപ്പിക്കൽ പ്ലേസ് ആണല്ലോ, അപ്പം നമ്മുടെ നാടുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഇതിന്. ന്യൂസിലൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഡ്രൈവ് ചെയ്യാം. നമ്മൾ കാറൊക്കെ റെൻറ്റിന് എടുക്കാൻ പോകുമ്പോൾ തന്നെ അവർ നമ്മുടെ ലൈസൻസ് ചോദിക്കും കേട്ടോ. പിന്നെ കാർ മാത്രമല്ല, ഇവിടെ ഒരുപാട് പേര് സ്കൂട്ടർ ഓടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്കൂട്ടർ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോർ ബൈക്ക് ലൈസൻസ്, വാലിഡ് ലൈസൻസ് വേണം. ന്യൂസിലൻഡിലത്തെ ആയാലും കുഴപ്പമില്ല, ഓവർസീസ് ലൈസൻസ് വേറെ ഏതെങ്കിലും കൺട്രീസിലായാലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ലൈസൻസൊക്കെ എക്സ്പയർ ആയി, അത് കാരണം ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കാറിലാണ് ഇവിടെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്തത് കേട്ടോ. പിന്നെ സ്കൂട്ടർ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഒരുപാട് പേര് സ്കൂട്ടർ എടുത്ത് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. കുറച്ചും കൂടെ ചീപ്പാണ്, കാറിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്കൂട്ടർ കുറച്ചും കൂടെ ചീപ്പാണ്. പക്ഷെ നമുക്ക് ലൈസൻസ് എടുക്കണം. പിന്നെ അഥവാ നമുക്ക് ഇവിടെ വന്നിട്ടും വേണമെങ്കിൽ ലൈസൻസ് എടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുക്ക് ഐലൻഡ് വിസിറ്റേഴ്സ് സ്കൂട്ടർ ലൈസൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഗതിയുണ്ട്. അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ അതിനകത്ത് പിന്നെ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് പാസ്സാവണം, പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സാവണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂട്ടർ ലൈസൻസ് കിട്ടാനായിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്കിപ്പോൾ കാറിൽ പോയാലും മതിയല്ലോ. 2 ലൈൻ റോഡാട്ടോ. ഒരു സൈഡ് നമുക്ക് അങ്ങോട്ട് പോകാനും പിന്നെ ഇങ്ങോട്ട് വരാനും. ഇപ്പോൾ കണ്ടോ, നല്ല മഴ വരണുണ്ട് കേട്ടോ. നല്ലോണം മഴക്കാറ് വന്ന് ഇരുണ്ടിരിക്കുകയാണ്. എത്രത്തോളം ക്യാമറയിലൊക്കെ ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 കിലോമീറ്റേഴ്സ് ആണ്, സെയിം ആസ് ന്യൂസിലൻഡ് കേട്ടോ. പിന്നെ ഞാൻ ചില സ്ഥലത്ത് 30 കിലോമീറ്റേഴ്സ് കണ്ടു. അതെനിക്ക് തോന്നുന്നു സ്കൂൾ സോൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തൊക്കെ 30 ആണ്, അതർവൈസ് ഇറ്റ്സ് 50 km/h. ഇതൊരു ട്രോപ്പിക്കൽ പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അതേ ഒരു ഫീലാട്ടോ ഇവിടെയും. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തെങ്ങ്, മാവ്, വാഴ, പല ടൈപ്പ് ചെമ്പരത്തി പൂക്കൾ, കൊന്നപ്പൂ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ്, ഇതിപ്പോൾ ഈ കാണുന്നത് വാർഫ് ഏരിയ ആണ്. ഇപ്പം ഇതാണ് മെയിൻ സിറ്റി. ഇവിടെ ആകെ ഒരേ ഒരു റൗണ്ട് അബൌട്ടേ ഉള്ളൂ, അതാണ് ഈ നേരെ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കോടയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു മൗണ്ടൻ കണ്ടോ. ആ മൗണ്ടൻ്റെ പേരാണ് ടേ റുവ മാങ്ക. നമുക്ക് ഇവിടേക്ക് ട്രെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അതൊന്നും ചൂസ് ചെയ്തില്ല, കാരണം ഞങ്ങൾ ഉള്ളി 3 ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണേ. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണ ഒരു കൊളീഗ് കുക്ക് ഐലൻഡുകാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി സജസ്റ്റ് ചെയ്ത ഒരു പ്ലേസാണിത്. ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സും ബർഗറൊക്കെ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതൊക്കെയാണ് എൻ്റെ വില. അപ്പം നമുക്കിവിടെ കറൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുക്ക് ഐലൻഡുകാർക്ക് കറൻസി ഉണ്ട്, പക്ഷെ ന്യൂസിലൻഡ് ഡോളേഴ്സും ഇവർ ആക്സെപ്റ്റ് ചെയ്യും. അപ്പം ഞങ്ങളിത് ഇതൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. ഫിഷ് ആൻഡ് ചിപ്സും പിന്നെ ബർഗറുമാണ് നമ്മൾ വാങ്ങിച്ചത്. നല്ല കാറ്റായിരുന്നു കേട്ടോ. നമ്മൾ ഇരിക്കണത് നമ്മൾ വാർഫിൻ്റെ സൈഡിലാണ് ഇരിക്കണത്. ഇത് ഫിഷ് ആൻഡ് ചിപ്സ്, പിന്നെ മറ്റേത് കാണുന്നത് ക്രാബ് സ്റ്റിക്ക് എന്നാണ് എന്നെ പറഞ്ഞത്. പിന്നെ ബർഗർ, ചിക്കൻ ബർഗറാണ് വാങ്ങിച്ചത്. കൊള്ളാട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിരിക്കണ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ.
ഇത് വാർഫിൻ്റെ തൊട്ടടുത്താണ്, വാർഫിന് ഫേസ് ചെയ്തിട്ടാണ് ഇവർ ഈ ചെയറും ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴേ ഒരു നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് കണ്ടു. ഒരു പുല്ലൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ബിൽഡിംഗ്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വാർഫിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വാക്ക് വേ പോലെയുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് പോവുക കേട്ടോ. അതെന്താണെന്നൊന്ന് കാണാമെന്ന് വെച്ചിട്ടാണേ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ബിൽഡിംഗ്. അപ്പോൾ അതിനകത്ത് എന്താണെന്നൊന്ന് ചെന്ന് നോക്കട്ടെ കേട്ടോ. പുറമേ കാണാൻ നല്ല ഭംഗിയുണ്ട്. പുല്ല് വച്ചിട്ട് മേഞ്ഞിരിക്കണ പോലെ ഉണ്ട്. അവിടെ വാർഫിനോട് ഫേസ് ചെയ്തിട്ടാണ് ഇതിരിക്കണത്. ഇതുണ്ടല്ലോ ഇവിടുത്തെ ടോയ്ലറ്റ് അത്രേ. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതിൻ്റെ താഴത്തുണ്ടല്ലോ, ഇത് കണ്ടോ ഒരു മാപ്പ് പോലെ വരച്ചിട്ടിരിക്കുന്നത്. 15 കുട്ടി ഐലൻഡ്സ് ആണ്. അപ്പം ഈ കുക്ക് ഐലൻഡ് എന്ന് പറയണത് 15 സ്മോൾ ഐലൻഡ്സ് കൂടിയിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇവരിവിടെ വച്ചിരിക്കണ മാപ്പായിട്ട്. ഓരോന്നിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, അതിലൊരു ഐലൻഡാണ് റാറോട്ടോങ്ക എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. ആകെ മഴക്കാറും കാറ്റും ഒക്കെ കൊണ്ട് ഇരുണ്ടാട്ടോ ഇരിക്കണത്. പക്ഷെ ഞങ്ങളിവിടെ ഒരു സംഗതി കണ്ടു. കുറേ ക്രാബുകൾ ഇവിടെ കുറേ കല്ല് കൂട്ടിയിട്ടുണ്ട്. അതിനകത്തൊക്കെ ക്രാബ് ഇരിക്കുക. അപ്പം ഞങ്ങളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് പോവുകയാണേ. ഇവിടെ കണ്ടോ, ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ക്രാബ് ഇരിപ്പുണ്ട്, റെഡ് കളറിൽ. ഞാനൊന്ന് സൂം ചെയ്തിട്ട് നോക്കട്ടെ കിട്ടുമോ എന്ന്. കണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ക്രാബാട്ടോ. പക്ഷെ നല്ല റെഡ് കളർ. ഈ ഓരോ കല്ലിൻ്റെ ഇടയിലും ഇതുങ്ങൾ വന്നിരിക്കുന്നുണ്ട്. കൊള്ളാം അല്ലേ? അങ്ങനെ ക്രാബിനെയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ കേട്ടോ. നല്ല ഭംഗിയുള്ള പാലമാണ്. സൈഡിലൊക്കെ നിറച്ച് പെയിൻ്റൊക്കെ ചെയ്ത് പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുള്ള ഒരു പാലം. ഇതാണ് ഇവിടെ ആകെയുള്ളൊരു ബ്രിഡ്ജ്. അപ്പോൾ കുക്ക് ഐലൻഡിൽ ആകെയുള്ളൊരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നവരൊക്കെ പറഞ്ഞിരുന്നു അവർ ഒരുപാട് പേര് ഇവിടെ വാക്കിങ്ങിന് പോകും അത്രേ. ഈ കുക്ക് ഐലൻഡ് ശരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒറ്റ ചുറ്റളവ് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ 45 to 50 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അവരൊക്കെ ഇങ്ങനെ നടന്നു പോകാറുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്കും കാണാൻ പറ്റി കേട്ടോ. ഇവിടെ കുറേ ടൂറിസ്റ്റ് അവർ നടന്നു പോകുന്നുണ്ട്. കണ്ടോ, ഇത് ഇവരൊക്കെ പോകുന്നുണ്ടോ? ഇവരൊക്കെ ഇതുപോലെ നടന്ന് ഈ കുക്ക് ഐലൻഡ് ഔട്ടർ ഈ റോഡിൽ കൂടെ ഫുൾ ഒറ്റ ലൂപ്പാണത്, അതിൽ കൂടെ കറങ്ങി വരും. നമുക്ക് പിന്നെ നടക്കാനൊക്കെ മടിയായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാറിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ ഒരു അടിപൊളി കൊന്നമരവും പിന്നെ അതിനോട് കണക്റ്റഡ് ഒരു വലിയ ഗ്രൗണ്ടും കണ്ടു. ഫുട്ബോൾ ഗ്രൗണ്ടാണെന്നാണ് തോന്നണത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ കാർ ഇവിടെ നിർത്തിയതാട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നേ. നിറച്ച് കൊന്ന പൂത്ത് നിൽക്കുക. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല യെല്ലോയിഷ് കളറായിട്ട് നല്ല തിക്ക്
തിക്കായിട്ട് പൂ വിരിഞ്ഞ് നിൽക്കുന്നു കണ്ടോ. ഈ ചുമന്ന പൂക്കളും നല്ല ഭംഗിയുണ്ട്. ഇതിനെന്താ പറയണ, വാഗമരം അങ്ങനെ എങ്ങാണ്ടോണെന്നൊന്നും പറയണതല്ലേ. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല റെഡിഷ് ഫ്ലവർ. ഇതൊരു ഫുട്ബോൾ കോർട്ടാന്ന് തോന്നുന്നു. ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അടിപൊളി സ്ഥലം. ഈ തെങ്ങൊക്കെ കാണുമ്പോഴേ നമ്മൾ നമ്മുടെ നാട്ടിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം അതേ ഒരു ഫീൽ കേട്ടോ. അപ്പം ഞങ്ങൾ വീണ്ടും ഈ ലൂപ്പിൽ കൂടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിപൊളി ഒരു സ്ഥലം വേറെ കണ്ടു, വേറൊരു തെങ്ങും തോപ്പ്. അപ്പം ഞങ്ങളൊന്ന് അവിടെ കയറി നോക്കാമെന്ന് വിചാരിക്കുവാണേ. ഇത് കണ്ടു, ഈ വെള്ളം ഇതിനെയാണ് അവർ ലഗൂൺസ് എന്ന് പറയണത്. ഇവിടെ ഒന്നും ഒട്ടും ആഴമില്ല കേട്ടോ. നമുക്ക് ശരിക്കും താഴത്തുള്ള മണ്ണും എല്ലാം കാണാൻ പറ്റും ഈ കടലിൻ്റെ. കാരണം അവിടെ ഒരു ബോർഡർ പോലെ കണ്ടോ, അവിടെ നിന്നാണ് കടലിന് ആഴം കൂടുന്നത്. ഞങ്ങളിങ്ങനെ പിന്നെയും വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ഇവിടുത്തെ പാർലമെൻറ്റ് കണ്ടോ. ഈ ബിൽഡിംഗ് കണ്ടോ, ഇതാണ് പാർലമെൻറ്റ് ഓഫ് കുക്ക് ഐലൻഡ്. കുറച്ചൊരു സ്ലോ മോഷനിൽ കാണിക്കാം, കാരണം പെട്ടെന്നാണിത് കണ്ടത്. വണ്ടി നിർത്തിയിട്ട് എനിക്ക് ഫിലിം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇത് കണ്ടോ, ഇതാണ് പാർലമെൻറ്റ് ഓഫ് കുക്ക് ഐലൻഡ് ബിൽഡിംഗ്. കൊള്ളാല്ലേ. ഇവിടെ 2-3 പെട്രോൾ പമ്പൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഒരെണ്ണമൊന്നുമല്ല, കാരണം ഇത് ചെറിയൊരു സ്ഥലമാണല്ലോ. ഇത് കണ്ടോ, റെൻ്റേ കാർ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട് ഉള്ളത്. നോക്കട്ടെ, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എയർപോർട്ട് ഉള്ളത്. പിന്നെ ഇവിടെ ഈ സെമിത്തേരിയും കണ്ടു 2-3 ഞാൻ. ഇതെന്താണാവോ അറിഞ്ഞൂടാ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെയാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഈ റോഡ് ട്രിപ്പ് കംപ്ലീറ്റ് ആവാറായിട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ
റിസോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാകെ ഓൺലി 36 കിലോമീറ്റേഴ്സേ ഉള്ളൂ. നമുക്ക് 50 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഈ ഔട്ടർ റോഡ് അല്ലാതെ ഇന്നർ റോഡ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്കൊക്കെ പോകാനുള്ള വഴികളാണത്. അപ്പോൾ അത് സാധാരണ ടൂറിസ്റ്റ് ആരും യൂസ് ചെയ്യാറില്ല. നമുക്ക് ഈ ഔട്ടർ റോഡിൽ കൂടെ നമുക്ക് പോകാം, വണ്ടി ഓടിച്ചു പോകാം, സ്കൂട്ടർ ഓടിച്ചു പോകാം, നടന്നു പോകാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ന്യൂസിലൻഡിലൊക്കെ തണുപ്പ് ഒരുപാട് കൂടുമ്പോൾ ഇത്തിരി ചൂടുള്ളൊരു സ്ഥലത്തേക്ക് ഒരു 4 മണിക്കൂർ കൊണ്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്, റാറോട്ടോങ്ക ആൻഡ് കുക്ക് ഐലൻഡ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.